പ്രവചനാതീതമാണ് വടകര എന്ന് പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് മുൻവിധികൾ സാധ്യമാകാത്ത 3 നിയമസഭാ മണ്ഡലങ്ങളാണ്: വടകര, കുറ്റ്യാടി, നാദാപുരം. ഇതിൽ വടകര നിയമസഭാ മണ്ഡലത്തിൽ 1957 തിരഞ്ഞെടുപ്പ് ഒഴിച്ചാൽ പിന്നീട് ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മത്സരിച്ചിട്ടില്ല. സോഷ്യലിസ്റ്റ് പാർട്ടികളാണ് ഇവിടെ കൂടുതൽ തവണയും മത്സരിച്ചതും വിജയിച്ചതും. ടി.പി. ചന്ദ്രശേഖരന്റെ വധവും ഒഞ്ചിയും രക്തസാക്ഷിത്വവും എല്ലാം വടകരയിലെ ലോക്സഭാ മണ്ഡലത്തിൽ സഹതാപ തരംഗം സൃഷ്ടിക്കുന്നുണ്ട്. സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള മണ്ഡലമാണ് വടകര. അതുകൊണ്ട് തന്നെ സോഷ്യലിസ്റ്റുകളുടെ സാന്നിധ്യവും RMPയും ടി.പി. വധവുമെല്ലാം വടകരയുടെ വിധിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായി കടത്തനാട്ടിന്റെ മണ്ണിലുണ്ട്. പാനൂരിലെ ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് UDF രാഷ്ട്രീയ ആയുധമാക്കിയിരിക്കുകയാണ്. KK രമയും ഷാഫി പറമ്പിലും ചേർന്ന് നടത്തുന്ന സമാധാന റാലി CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയായ പോരാട്ടം എന്ന നിലയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഇത് വോട്ടെടുപ്പിൽ നിർണായകമാകുമെന്ന് ഉറപ്പാണ്.